നമസ്കാരം. തുലാക്കൂറുകാരുടെ 2026 വിഷുഫലത്തെ പറ്റിയാണ് പറയുന്നത്. ചിത്തിര അവസാനത്തെ 2 പാദം, ചോതി, വിശാഖം മുക്കാല് അടങ്ങിയ തുലാക്കൂറുകാർ പൊതുവെ മനസ്സുഖം കുറഞ്ഞവരും ആരോഗ്യവും സൗന്ദര്യവും കൂടുതലുള്ളവരും ക്ലേശങ്ങൾ പലപ്പോഴും ഉണ്ടാവുന്നവരും ഉയർച്ച താഴ്ചകൾ ജീവിതത്തിൽ വന്നു ചേരുന്നവരും ആണ്. ഇവർ സഞ്ചാരപ്രിയരായിരിക്കും. കുടുംബത്തിൽ ചില താളപ്പിഴകളൊക്കെ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഇക്കൂട്ടർ മറ്റുള്ളവരെ ഉപദേശിക്കുവാൻ താല്പര്യമുള്ളവരും എന്നാൽ ഉപദേശങ്ങൾ സ്വന്തം ജീവിതത്തിൽ നടപ്പാക്കാൻ അത്ര താല്പര്യം കാണിക്കാത്തവരും ആണ്. 2026 വിഷുഫലത്തെ പറ്റി പറയുമ്പോൾ ഇവർക്ക് വർഷാരംഭത്തിൽ ശനി 6-ലും വ്യാഴം 9-ലും ജൂൺ 2 ശേഷം അത് 10-ലേക്ക് മാറുകയാണ്. രാഹു 5-ലും കേതു 11-ലും ആണ്. പൊതുവെ പറഞ്ഞാൽ ഗുണദോഷ സമ്മിശ്രമായ ഒരു വർഷമാണ് 2026 എന്ന് പറയാം. വർഷാരംഭത്തിൽ ഇവർക്ക് ഏറെ ഗുണകരമാണ്. ശനി 6-ാം ഭാവത്തിൽ ആയതുകൊണ്ട് തന്നെ ഈ സമയത്ത് ഇവർക്ക് കുടുംബസൗഖ്യം കൂടുതൽ ഉണ്ടാകുവാനും ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുവാനും സാധ്യതയുണ്ട്. തൊഴിൽ നേട്ടമുണ്ടാകുവാനും തൊഴിൽ ലബ്ധി ഉണ്ടാകുവാനും സാധ്യത കാണുന്നു. ധനപരമായി പുരോഗതി ഉണ്ടാവും. വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കുവാനും സാധ്യതയുണ്ട്. കലാകാരന്മാർക്ക് അനുകൂലമായ സമയമാണ്. പേരും പ്രശസ്തിയും ഒക്കെ വന്നു ചേരാം. ബിസിനസ് നേട്ടമുണ്ടാകുവാൻ സാധ്യതയുണ്ട്. തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിക്കുവാനും ഈ സമയത്ത് ഇവർക്ക് സാധ്യത കാണുന്നുണ്ട്. കഴിവ് പ്രകടിപ്പിക്കുവാനുള്ള അവസരം ഉണ്ടാവുന്നതാണ്. സന്താന സൗഭാഗ്യം ഉണ്ടാവുന്നതാണ്. സംരംഭ നേട്ടം ഉണ്ടാവുന്നതാണ്. കാര്യ പുരോഗതി വന്നു ചേരുന്നതാണ്. അസുഖങ്ങൾ മാറിക്കിട്ടുവാനും ഒക്കെ സാധ്യത കാണുന്നുണ്ട്. വ്യവഹാര വിജയം ഉണ്ടാകുവാനും അവസരം ഉണ്ട്. സ്ത്രീ സുഖം ഉണ്ടാകുവാനും സന്താനങ്ങളെ കൊണ്ട് നേട്ടം ഉണ്ടാകുവാനും സാധ്യത കാണുന്നു. ഭൂമിയുടെ ക്രയവിക്രയങ്ങൾ കൊണ്ട് ലാഭം ഉണ്ടാകുവാനും പല രീതിയിലുള്ള ധനവരവ് ഉണ്ടാകുവാനും ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകുവാനും സർക്കാർ വഴി നേട്ടമുണ്ടാകാനും ഒക്കെ ഈ സമയത്ത് ഇവർക്ക് അവസരമുണ്ടാവുന്നതാണ്. ധനപരമായ കാര്യങ്ങളിൽ വളരെ അധികം സൂക്ഷ്മതയോടെയും ജാഗ്രതയോടെയും കൈകാര്യം ചെയ്യേണ്ടതും ഈ സമയത്ത് ഇവർക്ക് ആവശ്യമാണ്. വളരെ അധികം നല്ല ഒരു സമയമാണ്. എന്നാൽ ജൂൺ 2 വ്യാഴം 10-ാം ഭാവത്തിലേക്ക് മാറുന്നതോടെ അത്ര ഗുണകരമായി കാണുന്നില്ല. ചെറിയ ചെറിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഈ സമയത്ത് വന്നു ചേരാം. സ്ഥാനനഷ്ടം ഉണ്ടാകുവാനും ധനനഷ്ടം ഉണ്ടാകുവാനും ആരോഗ്യക്കുറവ് ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. ബന്ധുജന വിരോധം ഇല്ലാതെ നോക്കേണ്ടതുണ്ട്. തൊഴിൽ നഷ്ടപ്പെടുവാനോ സ്ഥലമാറ്റം ഉണ്ടാകുവാനോ ഒക്കെ സാധ്യത കാണുന്നു. വിദ്യാ തടസ്സം ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. തൊഴിലിൽ ഈ സമയത്ത് ഉത്തരവാദിത്വം കൂടുന്നതാണ്. ജൂൺ 2 ശേഷം രാഹുവും വ്യാഴവും അത്ര ശുഭസ്ഥാനത്ത് അല്ലാത്തത് കൊണ്ട് തന്നെ എല്ലാ കാര്യത്തിലും ഒരു ജാഗ്രത ഉണ്ടാവുന്നതാണ്. അസുഖമുള്ളവർ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതും. ജൂൺ 2 വരെ ഗുണകരമാണെങ്കിലും ജൂൺ 2 ശേഷം ഇവർക്ക് അത്ര ഗുണകരമായിട്ട് കാണുന്നില്ല. കീർത്തിയും പ്രശസ്തിയും ധനവരവും ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെങ്കിലും വളരെ സൂക്ഷ്മതയോടെയും കാര്യക്ഷമതയോടെയും പ്രവർത്തിക്കേണ്ടത് ഈ സമയത്ത് ആവശ്യമാണ്. എന്നാലും വലിയ വലിയ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം വ്യാഴം അതിൻ്റെ ഉച്ചക്ഷേത്രമായ കർക്കിടകത്തിലേക്ക് മാറുന്നതോടുകൂടി തന്നെയും ശനി അനുകൂല ഭാവത്തിൽ ഉള്ളതുകൊണ്ടും ഇവർക്ക് വലിയ പ്രയാസങ്ങളൊന്നും ഈ സമയത്തും ഉണ്ടാകുവാൻ സാധ്യതയില്ല. എന്നിരുന്നാലും ഈശ്വരാധീനം വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ക്ഷേത്ര ദർശനം നടത്തുകയും വഴിപാട് ചെയ്യുകയും ചെയ്താൽ ഇവർക്ക് ഗുണാനുഭവങ്ങൾ കൂടുതൽ ലഭിക്കുന്നതാണ്. വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും വിഷ്ണു സഹസ്രനാമം ജപിക്കുകയും സർപ്പക്ഷേത്ര ദർശനം നടത്തുകയും ദേവീക്ഷേത്ര ദർശനം നടത്തി ദേവീപ്രീതി വരുത്തുകയും ഒക്കെ ചെയ്താൽ ദോഷഫലങ്ങൾ കുറഞ്ഞു കിട്ടുകയും ഗുണഫലങ്ങൾ കൂടുതൽ ലഭിക്കുവാനും സാധ്യതയുണ്ട്.